കേരളത്തിൽ വെച്ച് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച്, കൊച്ചിയിൽ വെച്ച് 12,000 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് നർത്തകിമാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുക. അതിനൊറ്റ ഷട്ടറിൽ തീർത്ത ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു കടമുറി അഡ്രസ്സാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാപനം ഓർഗനൈസ് ചെയ്യുക. അതിന് കേരളത്തിൽ നിന്ന് പ്രമുഖ നടി 10, 18, 20 കൊല്ലത്തോളം നമ്മളാരും കാണാതിരുന്ന ഒരു നടി പ്രത്യക്ഷപ്പെടുക. ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ നടുക്ക് നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ബാക്കിയുള്ള നർത്തകിമാരെ 12,000 പേരെ 100 മീറ്റർ അകലെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുക. അതിനുശേഷം കല്യാൺ സിൽക്കിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവർ പൈസ ഒന്നും മേടിക്കാതെ ഞങ്ങൾക്ക് 12,000 സാരികൾ പിന്നെ ഈ ഡാൻസിന് വേണ്ടി ഞങ്ങൾക്ക് തന്നു. ഈ ഡാൻസ് കഴിഞ്ഞാലും ഞങ്ങൾക്കിത് കയ്യിൽ വെക്കാമെന്ന് കല്യാൺ സിൽക്കിൻ്റെ ഔദാര്യമുണ്ടായിരുന്നു എന്നൊക്കെ ദിവ്യ ഉണ്ണി പറയുക. പിന്നീട് അതിമനോഹരമായി 12,000 നർത്തകിമാർ ഒന്നിച്ച് നൃത്തമാടിയപ്പോൾ, നൃത്തമാടിയപ്പോൾ ഗിന്നസ് വേൾഡ് ബുക്ക് റെക്കോർഡ് നേടുക. ഏറ്റവും മനോഹരമായ ആ നല്ല മുഹൂർത്തങ്ങൾക്കൊടുവിൽ തൊട്ടു പിറ്റേന്ന് മുതൽ കേരളത്തിലെ എവിടെ ചുരണ്ടി നോക്കാൻ പറ്റുമോ, ചെറ്റ പൊക്കാൻ പറ്റുമോ, എവിടെയൊക്കെ നമുക്ക് അവിഖ്യാതി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന മാപ്രകൾക്ക് മുമ്പിലാണ് ഇതൊക്കെ നിറമാടിയത് എന്ന് ദിവ്യ ഉണ്ണി പോലും മറന്നുപോയിരിക്കാം. എന്നാൽ മാപ്രകൾ അവരുടെ തൊഴിൽ ധർമ്മം പാലിക്കണമല്ലോ. അവർ ചുരണ്ട് മേപ്പാടിയിലെ ഒറ്റ ഷട്ടർ മുറിയിലുള്ള ആ ഓർഗനൈസിങ് ടീമിൻ്റെ കടമുറിയിലെത്തിയപ്പോൾ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്ന കടമുറി, പിന്നീട് അങ്ങോട്ട് അന്വേഷണം തകൃതിയിൽ നടന്നപ്പോൾ 1-2 സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ അത് വാർത്തയായി പുറത്തുവിടുന്നു. പിന്നീട് ദിവ്യ ഉണ്ണി പറഞ്ഞ കല്യാൺ സിൽക്ക് ദാനം ചെയ്ത സാരികൾക്ക് വെറും 350 രൂപ വിലയുള്ള സാരികൾക്ക് 1,200 രൂപ ചാർജ് ചെയ്തു എന്നറിയുക. അതുമാത്രവും പോരാ, ഇത്രയും നാൾ ഈ കളിച്ച ഡാൻസ് മുഴുവൻ സ്വായത്തമാക്കി ഇത്രയും ദൂരം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൺ പെൺ വ്യത്യാസമില്ലാതെ കുഞ്ഞുകുട്ടി ആഭാലവൃദ്ധം ജനങ്ങൾ വന്ന് നൃത്തമാടിയ ആ സന്ധിയിൽ, ആ ദിനത്തിൽ കേരളത്തിൽ പിറന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണെങ്കിലും ഇത്രയും കാലം ഒളിച്ചിരുന്നു വന്ന ദിവ്യ ഉണ്ണിയുടെ നെറുകയിൽ പണ്ട് ജഗദീഷ് പറഞ്ഞ പോലെ തുറയുന്ന തോന്നണേ എന്ന് പറയേണ്ടി വരും. കാരണം ദിവ്യ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിയുന്നത് കലാഭവൻമണിയെ അപമാനിച്ച ഒരു സ്ത്രീയായിട്ട് തന്നെയാണ്, പറയാതെ വയ്യ. അത്രയും അതുല്യ കലാകാരൻ്റെ കളറിനെ സംബന്ധിച്ചിട്ടൊരു കഥ പറക്കുമ്പോൾ ഇതിൽ എന്ത് വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. കലാഭവൻമണിയെക്കുറിച്ച് അങ്ങനെ ദിവ്യ ഉണ്ണി പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല. എന്താണെങ്കിലും ശരി, ദിവ്യ ഉണ്ണിയെ മുൻനിർത്തി 12,000 കുട്ടികളുടെ മുമ്പിൽ നിന്ന് 3,500 രൂപ ഈടാക്കിയിട്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്ന വ്യാജേന ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതിന് ഡാൻസ് സ്കൂൾ ടീച്ചേഴ്സന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു അത്രേ. അതിൽ 100 കുട്ടികളിൽ അധികം കൊണ്ടുവരുന്ന ടീച്ചേഴ്സിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റുകൾ കൂടാതെ പ്രത്യേക പാരിതോഷികങ്ങളും കൂടി, സ്വർണ്ണ നാണയം ഉൾപ്പെടെ കിട്ടുമത്രേ. ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ ഇടപെട്ട ഡാൻസ് ടീച്ചർമാർ ഈ കുട്ടികളെ എന്തിനു വേണ്ടിയും ഉപയോഗിക്കും, അത്രേ പറയാൻ പറ്റൂ. കാരണം ഒരു കുട്ടിയിൽ നിന്ന് 3,500 രൂപ വെച്ച് 12,000 കുട്ടികളിൽ നിന്ന് 4,20,00,000 രൂപ വാങ്ങിയെടുത്ത തട്ടിപ്പിനിര സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ പലവട്ടം കണ്ട കല്യാൺ സിൽക്സിൻ്റെ ബാനറുകൾ നമ്മൾ കാണുന്നുണ്ട്, പല ബാനറുകൾ നമ്മൾ കാണുന്നു. ഇത്തരം ഒരു പ്രോഗ്രാം എന്തായാലും എത്രയോ കോടികൾ മുടക്കി എത്ര പേർ സ്പോൺസർ ചെയ്തിട്ടുണ്ടാവാം. എന്നിട്ടും ഈ പാവപ്പെട്ട കുട്ടികളെ അയത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതിന് വേണ്ടി 3,500 രൂപ വാങ്ങി എന്ന് പറയുമ്പോൾ കഷ്ടം എന്നല്ലാതെ എന്തു പറയാം. എന്നിരുന്നാലും ഒരു വേൾഡ് റെക്കോർഡ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കൂർമ്മ ബുദ്ധി ആരുടേതാണെങ്കിലും ശരി, ദിവ്യ ഉണ്ണി എന്ന് പറയുന്ന ഒരുപാട് കാലം മാറി നിന്ന ഒരു സിനിമാ നടിയെ നിർത്തിക്കൊണ്ട് ചെയ്ത ആ അഗ്രഗണ്യനുണ്ടല്ലോ,
അസാമാന്യ വ്യക്തിത്വം തന്നെ. 12,000 ഇൻറ്റു 3,500 കണക്കുകളും വന്നിരിക്കുന്ന വാർത്തകളും സത്യമാണെങ്കിൽ ഈ ഒരൊറ്റ പ്രോഗ്രാമിലൂടെ കുട്ടികളെ പഠിച്ചുണ്ടാക്കിയത്, അതായത് ദിവ്യ ഉണ്ണിയെ മാത്രം ഫോക്കസ് ചെയ്യുവാൻ വേണ്ടി ഐത്യം കൽപ്പിച്ചു മാറ്റി നിർത്തിയ 100 കണക്കിന് കലാകാരികളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ 3,500 ഇൻറ്റു 12,000 രൂപ. ഏത് വേൾഡ് റെക്കോർഡ് നേടിയാലും ചാണകവെള്ളം കഴുകി ഒഴിക്കേണ്ടി വരും. അത് സംഘടിപ്പിച്ചവർക്കും അതിൻ്റെ പേരിൽ നിറയെ ചാനലുകളിൽ എഴുതിയിരിക്കുന്നത് ദിവ്യ ഉണ്ണി ഗിന്നസ് ബുക്ക് നേടി, ദിവ്യ ഉണ്ണി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടി എന്നാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇത്രയും ആളുകളുടെ കൈകളിൽ നിന്നും 3,500 രൂപ വാങ്ങിയത് ദിവ്യ ഉണ്ണിയോ അത് സംഘടിപ്പിച്ചവരോ അതോ ഈ ഡാൻസ് ടീച്ചേഴ്സുമാരോ? എന്താണെങ്കിലും പാവപ്പെട്ട കലാകാരികളെ, ദിവ്യ ഉണ്ണി ഒഴികെയുള്ള മുഴുവൻ കലാകാരികളെയും ഹൃദയത്തിൻ്റെ ഓരത്ത് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ചതിക്കപ്പെടും. കാരണം നമ്മൾ കലയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സങ്കടപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും അതുല്യമായ ഏതെങ്കിലും ഒരു സ്ഥാനം കലാരംഗത്ത് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.